രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് അച്ഛനോട് വനവാസത്തിനുള്ള യാത്ര പറയാൻ വേണ്ടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പോകുന്നതും ആ സമയത്ത് ഒരുപാട് വികാര ഭേദങ്ങളെല്ലാം അച്ഛന് ഉണ്ടായ സമയത്ത് അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നും അമ്മയെ വേണ്ട വിധം നോക്കണം എന്നും ഭഗവാൻ അച്ഛനോട് പറയാണ്. ഇമാം മഹേന്ദ്രോപമ ജാതഗർദിനീം തഥാ വിധാതും ജനനീം മമാർഹസി. മമ ജനനീം, എൻ്റെ ജനനിയെ വേണ്ട പോലെ നോക്കണേ ഇന്ദ്രതുല്യനായിട്ടുള്ള പിതാവേ. ഞാൻ വനത്തിലായിരിക്കുമ്പോൾ വളരെയധികം ദുഃഖിച്ചുകൊണ്ട് ദുഃഖത്താൽ എൻ്റെ അമ്മയ്ക്ക് മരണം വരെ സംഭവിക്കാം. അതൊന്നും സംഭവിക്കാതിരിക്കണമേ. വലിയ ആദി ചിലപ്പോൾ മരണകാരണമാവും. ഇനി എന്താണ് ചെയ്യണത്? അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അച്ഛനെ നോക്കണം എന്നാണ് അമ്മോട് പറയണത്. രണ്ടാളോടും ഇങ്ങനെ പറയുന്നൊരു മകൻ ഉണ്ടെങ്കിൽ കർത്തവ്യബോധം ഇല്ലേ, ഒരിക്കലും രണ്ടു കൂട്ടർക്കും ഇല്ലാതെ വരില്ല. അതാണ് യഥാർത്ഥ പുത്രൻ ചെയ്യേണ്ടത്. എന്തായാലും ഈ മുനിവേഷം കണ്ടു എന്നും ജട ധരിച്ചിട്ടില്ല, ജലക്കാട്ടിൽ പോയിട്ട് ധരിക്കുക. വൽക്കല മരവുരി മുതലായിട്ടുള്ള താപസവേഷം കണ്ടും ആ ദശരഥന് മോഹാലസ്യം വന്ന് മൂർച്ഛിച്ച് വീണു എന്ന് പറയുകയാണ്. തൻ്റെ പുത്രനെ രാജകീയമായ വേഷത്തിൽ കാണേണ്ടതിന് പകരം താപസവേഷത്തിൽ കാണേണ്ടി വന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് രാഘവനെ നാമനെ നോക്കാൻ പോലും ഇഷ്ടപ്പെട്ടില്ല, ധൈര്യപ്പെട്ടില്ല. അത് കാണാൻ വയ്യാതെ യാതൊരക്ഷരവും മിണ്ടിയില്ല. പറഞ്ഞു, എൻ്റെ പൂർവജന്മ പാപം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. മന്യേഖലുമയാ പൂർവം ബിഭത്സ ബഹവകൃത. പലതരത്തിലുള്ള പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രാണിനോ ഹിംസിതാവാബി, പ്രാണികളെ ഹിംസിച്ചിട്ടാവാം. തസ്മാദിതമുപസ്ഥിതം, പ്രാണഹിംസ പോലെയുള്ള പാപങ്ങൾ ചെയ്തതുകൊണ്ടാവാം ഈ വലിയ കഷ്ടം ഇപ്പോൾ എനിക്ക് വന്നത്. പറഞ്ഞു, കൈകേയി, നീ ഈ മരവുരി കാണുന്നില്ലേ? എന്തൊരു കഷ്ടത്തിലുള്ള കാര്യമാണിത്. ഈ കൈകേയിയെ കൊണ്ട് ഇത്രമാത്രം ഉപദ്രവം സഹിച്ചിട്ടും ഞാൻ എന്താണ് മരിക്കാത്തത് എന്ന് വിചാരിക്കുകയാണ് ദശരഥൻ. നത്വേവാനാഗതേ കാലേ ദേഹാച്ഛവതി ജീവിതം. ഈ ദൈവം എന്തിനാണ് ഒരു കാലത്ത് മാത്രമേ മരണം ഉണ്ടാവുള്ളൂ എന്ന് വിധിച്ചത്? നമുക്ക് വേണ്ടപ്പോൾ അങ്ങോട്ട് മരിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഒരു സ്വിച്ചൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യണ പോലെ എന്ന് ചിന്തിച്ചു ദശരഥൻ. മരണമാണ് ഈ കാഴ്ച കാണുന്നതിനേക്കാൾ ഭേദം. ആ താപസവേഷത്തിൽ കാണുന്ന കാഴ്ച. പാവകസങ്കാശം പശ്യാമി പുരതസ്ഥിതം. അഗ്നിയുടെ ആ തേജസ്സുള്ളതായ തൻ്റെ പുത്രൻ ഇങ്ങനെയുള്ള വേഷത്തിൽ കാണുന്നു. എന്നിട്ട് ഇവിടെ എന്തായിട്ട് മാറി? ഞാൻ വളരെയേറെ, എത്ര ആളാണ് ദുഃഖത്തിലായത്? ഞാൻ മാത്രമാണോ? ഇവൾ ഒരുവൾ കാരണം ഈ അയോധ്യയുടെ കീഴിലുള്ള രാജ്യങ്ങൾ മുഴുവനും ഇന്ന് ദുഃഖിക്കുകയാണ്. ആ രാജാവ് നൃപൻ ദശരഥൻ രാമ രാമ ഇപ്രകാരം പറഞ്ഞ് മറ്റൊന്നും നാവുമെന്ന് വരാതെ ദുഃഖക്കയത്തിൽ മുങ്ങി എന്ന് പറയുകയാണ്. കുറച്ച് നേരം കൊണ്ട് സുബോധമൊക്കെ വീണ്ടെടുത്തതായിട്ടുള്ള സമയത്ത് രാജാവ് ആജ്ഞാപിച്ചു, സുമന്ത്ര, വേഗം കൂടിയ കുതിരകളെ പൂട്ടിയ തേര് കൊണ്ടുവരൂ. ഏതായാലും പോവുകയാണെങ്കിൽ പോട്ടെ, ഈ ദുഃഖാവസ്ഥ എനിക്ക് കണ്ടിരിക്കാൻ വയ്യ. ഒന്നും തടഞ്ഞാൽ നിൽക്കില്ല, ഇതെല്ലാം വിധിയാണ്.
വരം ഞാൻ കൊടുത്തു, പോവാൻ തീരുമാനിച്ചു. കൈകേയി അതിൽ ഉറച്ചു നിൽക്കണു. അതുകൊണ്ടൊരു കാര്യമുണ്ട്, ആ തേരെന്താ വെച്ചാൽ കൊണ്ടുവന്ന് രാമനെ കൊണ്ടു. അല്ലാതെ ഞാൻ എന്താണ് പറയുക? എൻ്റെ വിധി, എൻ്റെ യോഗം അത്രയേ ഉള്ളൂ. അലങ്കൃതമായിരിക്കുന്ന ആ തേരതാ സുമന്ത്രൻ കൊണ്ടുവന്നു. അതൊക്കെ സ്വർണം കൊണ്ടും രത്നം കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട തേരായിരുന്നു. രാജകീയമായ തേരിൽ തന്നെ തൻ്റെ പുത്രൻ പോകട്ടെ എന്ന് ദശരഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷം പറഞ്ഞു, ധനാധ്യക്ഷന്മാരെ എല്ലാം വിളിച്ചു. മന്ത്രിമാർ ഓരോ വകുപ്പ് കൊടുക്കണ പോലെ പണ്ടുണ്ട്. അമാത്യന്മാർ ഒരു ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, 14 വർഷത്തേക്ക് വേണ്ടതായ വസ്ത്രാഭരണങ്ങൾ ഒട്ടും കുറയാതെ, ചതിയായാലും കുഴപ്പമില്ല, ഒട്ടും കുറയാതെ കൊണ്ടുവന്ന് സീതാരാമന്മാരെ ഏൽപ്പിക്കൂ. വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും സീതയ്ക്ക് തയ്യാറാക്കി കൊടുക്കൂ എന്ന് ദശരഥൻ ആജ്ഞാപിച്ചു. പറയേണ്ട താമസമേ ഉള്ളൂ. രത്നങ്ങൾ, സ്വർണങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എല്ലാം അവിടെ കൊണ്ടുവന്നു. വസിഷ്ഠൻ ആജ്ഞാപിച്ചിട്ടുണ്ട്, സീത സർവാലങ്കാരയുക്തയായിട്ട് പോട്ടെ. എന്തിനാണ് സീത താപസവേഷം ധരിക്കുന്നത്? ഈ കൊണ്ടുവന്ന വസ്ത്രങ്ങളെ കൊണ്ടും ആഭരണങ്ങളെ കൊണ്ടും സീത അലങ്കൃതയായി. ഉദയസൂര്യൻ എന്ന പോലെ പ്രകാശിച്ചു. വിഭൂഷിതയായ വൈദേഹി സൂര്യൻ ഉദിച്ചതുപോലെ എന്ന് പറയുകയാണ്. അവിടെ പ്രകാശിച്ച് കാണപ്പെട്ടു. വസ്ത്രങ്ങൾ, ആഭരണങ്ങളെല്ലാം രാജകീയമായ രീതിയിൽ തന്നെയാണ് ഉടുത്തത്. സ്വതവേ തന്നെ പ്രകാശമുണ്ട്. ഒന്നാമത് ലക്ഷ്മിയുടെ അംശമാണല്ലോ എല്ലാം കൂടി. അപ്പോൾ പലരും പറയാൻ തുടങ്ങി. അതായത് ആദ്യ ഇരുകൈകളെ കൊണ്ട് പിടിച്ചുകൊണ്ട് കൗസല്യ പറഞ്ഞു, ഹേ സീതേ, യഥാർത്ഥത്തിൽ നീ ഉത്തമയായ ഒരു സ്ത്രീയാണ്. സാധാരണ സ്ത്രീകളൊക്കെ ഈ ഭർത്താവിന് എന്തെങ്കിലും സ്ഥാനക്കുറവോ ധനം കയ്യിലില്ലെങ്കിലോ നിന്ദിക്കുക, കുറ്റം പറയുക, പരിഹസിക്കുക, ഇത് ചെയ്യുന്നവരാണ്. ഭൂരിപക്ഷം സ്ത്രീകളും അങ്ങനെയാണ്. എല്ലാതും ഉണ്ടച്ച ഭർത്താവ് കേമാണ്, അല്ലെങ്കിലോ കരുവേപ്പില പോലെ പുറത്തെറിഞ്ഞ് അവരെ കുറ്റം പറയുന്ന സ്ത്രീകളാണ് ലോകത്തിൽ അധികവും. പക്ഷെ നീ അങ്ങനെയല്ല. ഏഷ സ്വഭാവോ നാരീണാം അനുഭൂയ പുരാ സുഖം അനുഭവിച്ച് അങ്ങനെ പോരുന്ന സമയത്ത് ധാരാളം സുഖം ഈ ഭർത്താവ് കാരണം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരാപത്ത് വന്ന് പടഞ്ഞാൽ എന്തു ചെയ്യും? ദുഷ്യന്തി പ്രജഹന്ത്യപി, വളരെയധികം ചീത്ത പറയുക, ദുഷിക്കുക, ഉപേക്ഷിക്കുക, അങ്ങനെയാണ് ചെയ്യുക. നീ അങ്ങനെയല്ല. അസത്യശീല വികൃത ദുർഗ്രാഹ്യ ഹൃദയസ്ഥത അസത്യ പാപസങ്കല്പാക്ഷണ മാത്രാദ്വിരാഗിണ. ദുർവിചാരങ്ങൾ പെട്ടെന്ന് ഈ സ്ത്രീകളെ പിടികൂടും. അതുകൊണ്ട് കുലമഹിമയോ മറ്റൊന്നും ഇല്ലാത്തതായിട്ടുള്ള സ്ത്രീകൾ പൊതുവേ അപ്തരക്കാരാണ്. നീ അങ്ങനെയുള്ള ആളല്ല, സാധ്വിയാണ്. സാധ്വി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ പതിവ്രത. ശീലവും സത്യവും ശമവും ദമവും ക്ഷമയും എല്ലാം ഉള്ളതായിരിക്കുന്ന സ്ത്രീകൾക്കോ നേരെ തിരിച്ചാണ്. അവർക്ക് ഭർത്താവാണ് ഏറ്റവും ഈ ലോകത്തിൽ പവിത്രം എന്ന് പറയുകയാണ്. നല്ല പറഞ്ഞു, കോടി പുത്രന്മാരുണ്ടെങ്കിലും ഒരു ഭർത്താവിന് തുല്യമല്ല. ഭർത്താവിനെയാണ് പുത്രന്മാർ പകരം വയ്ക്കാൻ പറ്റുമോ ഒന്നിന് മറ്റൊന്നുകൊണ്ട്? അതുകൊണ്ട് കോടി പുത്രന്മാരേക്കാൾ ഭർത്താവിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്ന രീതിയിൽ വിശ്വസിക്കുന്നവളാണ് സീതേ നീയെ എന്ന് കൗസല്യ പറഞ്ഞു. ഒരമ്മായിയമ്മയുടെ അംഗീകാരമാണ് ഒരു സ്ത്രീയുടെ വിഷയത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത്. പണ്ടൊക്കെ അങ്ങനെ പറയുക. എന്നിപ്പോൾ പറയാം, അമ്മ എന്താ വെച്ചാൽ പോയി പണി നോക്കട്ടെ, അവർ പറയണതനുസരിച്ചല്ലല്ലോ കാര്യങ്ങൾ. ഇന്നത്തെ ആ ഒരു പ്രവണത അങ്ങനെയാണ്. അമ്മായിയമ്മേ, കാരണം ഈ മകനെ വളർത്തി വലുതാക്കിയിട്ടുള്ളത് അമ്മയാവുമ്പോൾ ആ അമ്മയെ തൃപ്തിപ്പെടുത്താനും അമ്മയോടുകൂടി യോജിക്കാനുമുള്ള ഒരു മനോഭാവം ഉണ്ടോ വാസ്തവത്തിൽ ഇന്നത്തെ സ്ത്രീകൾക്ക്? അത് ശരിയായിട്ടൊരു പ്രവണതയല്ല എന്ന് പറയുകയാണ്. അതാണ് ഇവിടെ നീ അത്തരക്കാരിയല്ല. അതുകൊണ്ട് സീതയെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് കൗസല്യ. ഏറ്റവും കിട്ടേണ്ടത് അംഗീകാരം ഒന്ന് ഭർത്താവിൻ്റെയും പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും, അതിൽ അമ്മയും അച്ഛനും പ്രധാനം. ആ അംഗീകാരമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വലുത്. അതില്ല എന്ന് വിചാരിക്കുക, വേറെ എന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് കൗസല്യ പറഞ്ഞു, നീയെ ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണണം. എത്ര ദരിദ്രനായാലും
ഭർത്താവ് തന്നെയാണ് ഈശ്വരൻ. ആ ധർമ്മമാർഗത്തിൽ സീതയെ ഇവിടുന്ന് അങ്ങോട്ടും നീ സഞ്ചരിക്കണം. സീത പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം അമ്മേ. ഇതുവരെ ഞാൻ അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ, ഇനി അത്ര എന്നെ ഭാവവും ഉള്ളൂ. കരിഷ്യേ സർവമേവാഹം ആര്യ യദനുശാസ്തി മാം. എന്നോട് എന്താ പറഞ്ഞേച്ചാൽ അത് ഞാൻ ചെയ്തോളാം. ഇത്ര കാലവും അത്രയേ ഉണ്ടായിട്ടുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ എങ്ങനത്തെ കൂട്ടരല്ല. നമാം അസജ്ജനേന ആര്യ സമാനായിതുമർഹതി ധർമാ വിചലിതന്നാകം അലഞ്ചന്ദ്രാദിവ പ്രഭോ. ചന്ദ്രനിൽ നിന്ന് എപ്രകാരം നിലാവ് വേർപെടാത്തതായിട്ടുണ്ട്, ചന്ദ്രനും നിലാവും വേറെയല്ല, അതേപോലെ ധർമ്മമാർഗത്തിൽ നിന്ന് ഞാൻ ഒരു കാരണവശാലും ഒരു കാലത്തും തെറ്റില്ല. ചന്ദ്രനും നിലാവും എന്ന പോലെ ധർമ്മത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നവളാണ് ഞാൻ. ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഭർത്താവിനെ വിട്ടു നിൽക്കില്ല. അവിടെ ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. നാ തന്ത്രീവ അദ്യദേവീണ ന ചക്രോ വർത്തതേ തഥാ. കമ്പി ഇല്ലെങ്കിൽ വീണ മീട്ടാൻ പറ്റുമോ? വീണയുടെ എല്ലാം പ്രധാന ഭാഗം അതിൻ്റെ കമ്പിയാണ് അല്ലേ? അതുപോലെ ഭർത്താവില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് സംഗീതമാണ്, ഞാൻ എന്ത് പ്രവർത്തനത്തിലാണ് ഏർപ്പെടുക, എങ്ങനെയാണ് എനിക്ക് ജീവൻ ഉണ്ടാവുക? എൻ്റെ സർവ്വജീവനും എൻ്റെ ഭർത്താവല്ലേ. വീണയുടെ തന്ത്രി പോലെയും ചക്രം തേരിന് പ്രധാനമാണ്. ചക്രം ഇല്ലെങ്കിൽ അത് ഓടുമോ? അപ്പോൾ തേരിന് എപ്രകാരം ചക്രമാണോ, വീണയ്ക്ക് എപ്രകാരം തന്ത്രിയാണോ? നാ പതി സുഖമേതേതാ. ഒരു ഭർത്താവില്ലെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീ സുഖമാവുന്നില്ല. ശതാത്മജ 100 പുത്രന്മാർ ഉണ്ടെങ്കിലും എന്ന് പറയണം. 100 പുത്രന്മാരുണ്ടെങ്കിലും കാര്യമില്ല, ആ ഭർത്താവിന് സമം വയ്ക്കാൻ വേറെ ആരുമില്ല. ഭർത്താവില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. നാ പതി സുഖമേതേതാ യാ സാദഭിശതാത്മജ എന്നങ്ങനെ പറയണം. അതുപോലെ തന്നെ മാതാവും പുത്രനും, ഇതൊരു വലിയ തത്വം ഇവിടെ പറയുകയാണ്. എന്താണ് പറയാൻ കാരണം? മാതാവും പുത്രനും മറ്റും അച്ഛനോ സഹോദരന്മാരോ നമുക്ക് പരിമിതമായിട്ടുള്ള സുഖമാണ് തരുന്നത്. മിതം ദദാതി പിതാ മിതം മാതാ മിതം സുത. മിതമായിട്ടുള്ള സുഖമാണ് ഒരു പുത്രൻ അമ്മയ്ക്ക് കൊടുക്കുന്നത്. തൻ്റെ കാര്യം വരുമ്പോൾ അമ്മയെ വിട്ടുകൂടാന്നില്ല ഒരു മകൻ. തൻ്റെ ഭാര്യയുടെ കാര്യം വരട്ടെ, അമ്മ മിണ്ടാണ്ടിരിക്കൂ എന്ന് പറയും ഇല്ലേ? മിതം ദദാതിഹി പിതാ. ഒരച്ഛനും അങ്ങനെ തന്നെയാണ്. മകളെ നോക്കും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഒരു പരിധിയിലപ്പുറം മകൾ എന്തെങ്കിലും വന്ന് നോക്കട്ടെ, അച്ഛൻ സ്വാർത്ഥിയായിരിക്കും. അമ്മ ഒരു പരിധി വരെ സ്നേഹിക്കുന്നു. ഇനി ഇവിടെ മിതം സുത, മകൻ്റെ കാര്യം എല്ലാം മിതമായ സുഖമാണ് സ്ത്രീക്ക് കൊടുക്കുന്നത്. അമിതസ്യഹിതാധാരം ഭർത്താരം. അളവില്ലാത്ത സുഖം കൊടുക്കുന്നത് ആരാണ്? ഭർത്താവാണ് എന്ന് സീത പറയുകയാണ്. ഈ ഒരു തത്വം നമ്മളൊക്കെയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ വരുമ്പോൾ ഭർത്താവ് സ്നേഹിക്കാത്ത ആളാണ്, ദുഷ്ടനാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അയാളിലെ ഗുണങ്ങൾ കണ്ടൂടെ? എത്രയോ ദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ട്, തനിക്ക് ദോഷമില്ലേ എന്ന് ആദ്യം ചിന്തിക്കുക. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടേ എല്ലാവരും ലോകത്തിലുണ്ടാവുള്ളൂ. വേറൊരാളുമായിട്ട് നമ്മളെ ഒരിക്കലും തുലനം ചെയ്യരുത്. അയാൾ കണ്ടു കാണിക്കണം, അതല്ല നമ്മുടെ പ്രമാണം. നമുക്ക് കിട്ടിയതല്ലേ നമ്മുടെ ആവുള്ളൂ. ഈ ഒരു അറിവ്, തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. ഭാര്യയിലും ഉണ്ടാവണം, ഭർത്താവായാലും ഉണ്ടാവണം. നമുക്കുള്ളതാണ് നമ്മുടെ. ഗുണദോഷ സമ്മിശ്രമായിട്ടേ ഈ ലോകത്തിലെല്ലാവരും ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാവിധ പരിധികളും ഇല്ലാത്ത സ്നേഹം തരുന്നത് നല്ല ഭാര്യയാണെങ്കിൽ ഭാര്യയാണ്, നല്ല ഭർത്താവാണെങ്കിൽ ഭർത്താവും ആണ്. അതാണ് പറഞ്ഞത്, മിതം ദദാതി ഹി പിതാ മിതം മാതാ മിതം സുതാ. അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, പുത്രനാവട്ടെ, മിതമായിട്ട് മാത്രം ഒരു കണക്ക് പ്രകാരമേ നമ്മളെ സ്നേഹിക്കുള്ളൂ. അമിതസ്ഥഗിതാധാരം ഭർത്താരം. അമിതമായ ലിമിറ്റില്ലാത്ത, എന്തിനും പരിധി ഇല്ലാത്ത നമ്മുടെ എന്ന് പറയാവുന്നത് അതേ ഉള്ളൂ. വലിയൊരു തത്വമാണ് കേട്ടോ. നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താവും തന്നെ ഉള്ളൂ. മറ്റതിനൊക്കെ ലിമിറ്റുണ്ട് അല്ലേ? ഇംഗ്ലീഷ് പറയാനൊക്കെ ലിമിറ്റുണ്ട് എന്നാണ് സീത ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ വിശ്വാസം വെച്ചിട്ട് തന്നെയാണ് അമ്മേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഭർത്തൃ ശുശ്രൂഷയെ പറ്റി എനിക്ക് അച്ഛൻ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പണ്ട് ഈ കണ്ണൻ ശകുന്തളയ്ക്ക് വിവാഹം കഴിച്ച് അയച്ചു കൊടുക്കുമ്പോഴത്തെ ഒരു ഉപദേശമുണ്ട്, ശരിക്കും സ്ത്രീകളൊക്കെ കേൾക്കേണ്ടതാണ്. ആ അച്ഛനാണ് കുട്ടി, ഇനി നിൻ്റെ അച്ഛൻ ഞാനല്ല കേട്ടോ. ആ അമ്മയാണ് പുത്രി, ഇനി നിൻ്റെ അമ്മ.
അതാണ് കുട്ടി എൻ്റെ വീട്. എൻ്റെ കണ്ണുകൾ ഒരിക്കലും ക്രൂരത ഇല്ലാതായി തീരട്ടെ. പ്രകാരമുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ആ പുത്രി പിന്നെ വഴിപഴയ്ക്കോ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഭർത്താവാണ് എൻ്റെ ഈശ്വരൻ, ആ വീടാണ് എൻ്റെ വീട്, ആ അച്ഛനാണ് നിൻ്റെ അച്ഛൻ, ആ അമ്മയാണ് നിൻ്റെ അമ്മ, ഇനി അങ്ങനെ കാണണം എന്ന് കണ്വൻ പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട് രഘുവംശത്തിൽ. ഇതൊക്കെയാണ് വാസ്തവത്തിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുകയാണ്. എന്തായാലും ആ രാമനെ നീ അപമാനിക്കരുത് എന്ന് പറഞ്ഞതിന് ഉത്തരമായിട്ട് സീത പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ ഭർത്താവിനെ പിന്നെ ഞാൻ അപമാനിക്കുമോ അമ്മേ? എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. അമിതമായ സുഖം തരുന്നത് ഭർത്താവാണെന്ന് മനസ്സിലാക്കിയ ഞാൻ എങ്ങനെയാണ് പിന്നെ ആ മഹാത്മാവിനെ അപമാനിക്കുക? ഒരിക്കലും അമ്മ അതൊന്നും സംശയിക്കേണ്ട എന്ന് പറയുകയാണ്. എന്നിൽ നിന്ന് അത്തരം ഒരു സമീപനങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ കൗസല്യ രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് അങ്ങനെ ഒഴുകി. ഈ സമയത്ത് രാമൻ കൈ കൂപ്പിയിട്ട് യാത്ര ചോദിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. താം പ്രാഞ്ജലി അഭിക്രമ്യ മാതൃമധ്യേതി സത്കൃതാം രാമപരമധർമാത്മാ മാതരം വാക്യമബ്രവീത്. കൗസല്യെ ഒന്നങ്ങനെ നമസ്കരിച്ചുകൊണ്ട് സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞു രാമൻ. അംബ മാ ദുഃഖിത ഭൂസ്ത്വം പശ്യത്വം ഇതരം മമ. അമ്മേ, ഞാൻ പോയാൽ അമ്മ ഒരിക്കലും ദുഃഖിക്കരുത്, വ്യസനിക്കരുത്. ദുഃഖം ഒന്നിനും ഒരു പരിഹാരമല്ല. നേരത്തെ അച്ഛനോട് അമ്മയെ നോക്കാൻ പറഞ്ഞു, ഇവിടെ പറയണം അമ്മേ എൻ്റെ അച്ഛനെ വേണ്ട പോലെ നോക്കണേ എന്ന്. ഞാൻ ആ ഉത്തരവാദിത്വം ഉണ്ട്, അത് ഏൽപ്പിക്കുകയാണ്. എൻ്റെ അച്ഛനെ നല്ലപോലെ നോക്കണേ. ദുഃഖം കൊണ്ട് മരണം വരേക്കും സംഭവിക്കാം എന്ന അവസ്ഥ അത് സംഭവിക്കണമുണ്ട് ദശരഥന്. അതുകൊണ്ട് അമ്മ എൻ്റെ അച്ഛനെ വേദനിപ്പിക്കാണ്ട് നോക്കണം, അമ്മയെ നോക്കണം എന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛനെ നോക്കണം എന്ന് അമ്മയോടും പറഞ്ഞു. 14 വർഷം ഇതാന്ന് പറയുമ്പോഴേക്കും ഉറങ്ങി ഉണരുന്നത് പോലെ കഴിയും, ഞാൻ തിരിച്ചെത്തുകയും ചെയ്യും. പിന്നെ ഇവിടെ പറയുകയാണ്, ഏതാവത് അഭിനീതാർത്ഥം ഉക്വാ സജനനിം വജ ത്രയശതാർദ്ധാശ്ച. 350 അമ്മമാരെ പോയിട്ട് കണ്ടു അത്രേ രാമൻ. ഇവിടെ ഇപ്പോൾ ഒരമ്മയല്ലേ ഉള്ളൂ. ശരിക്കും പറയാൻ കൗസല്യാണ്, പിന്നെ വേണച്ചാൽ സുമിത്രയും കൈകയും കേൾക്കട്ടെ അമ്മമാർ എന്ന് പറഞ്ഞാൽ. ഇതെപ്പം 350 എന്ന് പറയാൻ കാരണം അതെന്താ വെച്ചാൽ എല്ലാ സ്ത്രീകളും രാമൻ അമ്മയാണ്, എല്ലാവർക്കും രാമൻ മകനാണ്. അത് പ്രത്യേകം പറഞ്ഞു 350 ഒരു സംഖ്യ അവിടെ ചേർത്തു എന്ന് മാത്രം. 10 100 എന്നൊക്കെ നമ്മൾ പറയും, 100 1000 എന്നൊക്കെ പറയില്ലേ. അതിനുശേഷം ഒരു 10 350 സ്ത്രീകളെ രാമൻ പോയി കണ്ട് അമ്മയോട് യാത്ര ചോദിക്കുന്നത് പോലെ യാത്ര ചോദിച്ചു എന്നിവിടെ പറയുകയാണ്. അങ്ങനെ അവസാനം പറഞ്ഞു, അവരോടൊക്കെ രാമൻ പറയുകയാണ്, ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. വനത്തിലേക്ക് യാത്ര ചോദിക്കാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. കേട്ട സമയത്ത് ആ അമ്മമാരെല്ലാം ഉറക്ക കരഞ്ഞു എന്ന് പറയുകയാണ്. 14 വർഷത്തേക്ക് പിരിഞ്ഞു പോകുന്നതായിട്ടുള്ള പുത്രസമാനമായ ഒരു വ്യത്യാസമില്ല. പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രന്മാരേക്കാൾ ഒരുപടി മീതെ അതുക്കും മേലെ എന്ന് പറഞ്ഞ പോലെയാണ് രാമൻ ഇവരെല്ലാവരോടും പെരുമാറിയിരുന്നത്. ആ രാമൻ വനവാസത്തിന് പോയതായിട്ട് സമയത്ത് അമ്മമാർ ഈ സ്ത്രീകൾ ഉറക്ക കരഞ്ഞു എന്ന് പറയുകയാണ്. ദശരഥൻ്റെ പത്നിമാർ കരഞ്ഞു. ബാക്കി കണ്ടതായിട്ടുള്ള സ്ത്രീകൾ ആരോടൊക്കെ യാത്ര പറഞ്ഞു വെച്ചാൽ അവരെല്ലാം ഉറക്ക എങ്ങനെ കരഞ്ഞു. ഈ അയോധ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും രാജധാനി ആയതുകൊണ്ട് പലപ്പോഴും ഇവിടെ വാദ്യങ്ങൾ ഘോഷങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ, വീണാതന്ത്രി മൃദംഗം വാദ്യം. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉണ്ടായത് എന്താണ്? ഈ കരച്ചിലിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ വിലപിത പരിദേവനാകുലം വ്യസനഗതം തദഭൂത് സുദുഃഖിതം. പറയണം മുരജ പണവ മേഘഘോഷ ദശരഥ വേഷ്മ ബഭൂവയത് പുരാ. ദശരഥൻ്റെ വേഷ്മം എന്ന് പറഞ്ഞാൽ നിലയം, രാജധാനി. അതൊക്കെ മുരജ പണവ മേഘഘോഷ, മറ്റ് മൃദംഗങ്ങൾ, ഭാഷങ്ങൾ, ഇതെല്ലാം വാദ്യങ്ങൾ, ഇതിൻ്റെ ശബ്ദം കൊണ്ട് മുഖരിതമാകേണ്ടതിന് പകരം ഈ സ്ത്രീകളെ കരച്ചിലാകുന്ന ശബ്ദം കൊണ്ട് മുഖരിതമായി എന്ന് പറയുകയാണ്. വിലപിത പരിദേവനാകുലം, പരിദേവനങ്ങൾ
അവലാതി സങ്കടവും പറഞ്ഞ് കരയണേനാണല്ലോ ഈ പരിദേവനം എന്ന് പറയുക. എൻ്റെ ഈ പരിദേവനം കേൾക്കാൻ ആരെങ്കിലും വേണേ നോക്കാം. വിലപിത പരിദേവനാകുലം വ്യസനഗതം തഥഭൂ സുദുഃഖിതം. അങ്ങനെ ആ രാജധാനി മുഴുവനും ദുഃഖത്തിലാണ്ടു യാത്ര ചോദിക്കാൻ പോവുകയാണ്. കുതിരയൊക്കെ പൂട്ടി കൊണ്ടുവന്നതായിട്ടുള്ള തേരിൽ രാമനാണ്ട് കയറി, സീത പിന്നീട് കയറി, ലക്ഷ്മണനും കയറി, മൂന്നാളും കയറി അതിവേഗം ഓടുന്നതായിട്ടുള്ള കുതിരകളെ പൂട്ടിയ തേരിൽ കയറിയിട്ട് വനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. പൂർവന്റാമതപോവനാധിഗമനം മത്താമൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാരാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.